ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കറണ്ടില്ല, വോൾട്ടേജ് ഇല്ല. അപ്പോൾ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇടിയപ്പം ആക്കാം. അങ്ങനെ ഇടിയപ്പപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് കുഴക്കുന്നത്. പക്ഷേ എനിക്കിത് തിളപ്പിച്ചാറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അപ്പോഴത്തേക്ക് തന്നെ ഞാൻ എടുത്ത് ഒഴിച്ചതിലേക്ക്. പിന്നെ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പോൾ എനിക്കത് പോരാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കഴിച്ചാൽ നല്ല ഇതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് കൈ കൊണ്ട് കഴിച്ചപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, കയ്യും പൊള്ളി. അങ്ങനെ കൈ കൊണ്ട് കുഴക്കുന്ന ആ ഒരു ഇത് അവസാനിപ്പിച്ചിട്ട് ഞാൻ കുറച്ച് സമയം അവിടെ വെച്ചിട്ട് തണുത്തിട്ട് കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ. എന്നിട്ട് തണുത്തിട്ട് ഞാൻ കുഴച്ചിട്ട് ഇങ്ങനെ ആ നാഴിയുടെ ഉള്ളിലിട്ടിട്ട്, നാഴി എന്നല്ലേ പറയുന്നതിന്, ആ ഒരു അച്ചിൻ്റെ ഉള്ളിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ കറക്കിയപ്പം നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഇടിയപ്പത്തിൻ്റെ പാത്രം തന്നെ സ്റ്റീലിൻ്റെതുണ്ട്, പക്ഷേ എനിക്ക് അതിനകത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നേ ഇല്ല കേട്ടോ. ഇത്ര നല്ല പൊടി വെച്ച് നമ്മളിങ്ങനെ ആക്കുമ്പോഴും കിട്ടുന്നില്ല. പിന്നെ ഞാൻ കാപ്പിയായിട്ട് വെച്ചത്, അങ്ങനെ എല്ലാം റെഡിയാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുക കേട്ടോ. വെറുതെ നടക്കണം, ഒന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഗിരിചേട്ടന് നേരത്തെ പോകണ്ട, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കറങ്ങി നടക്കാമെന്ന് വീടിൻ്റെ ചുറ്റും. അങ്ങനെ നമ്മളിങ്ങനെ ബേക്കിലേക്ക് വന്നിട്ടാകുമ്പം ഇവിടെ ഒരു ഏണി ഉണ്ടിട്ട് ഇവൻ എപ്പോഴും ഈ ഏണിയുടെ മണ്ടക്ക് കയറും. ഞാൻ പിടിച്ച് വലിച്ച് എങ്ങനെയോ കൊണ്ടുവരും. എനിക്ക് ഈ ഏണി എടുത്ത് താഴെ വെക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ ഗിരിചേട്ടനോട് പറയായിരുന്നു എടുത്ത് താഴെ വെക്കാൻ. നമ്മളിവിടെ ഇങ്ങനെ നിന്ന കാര്യം നടക്കുമോ? ഞാനിപ്പോൾ ചായ ആക്കണ്ടേ? ആക്കണ്ടേ? കറണ്ടില്ല, വോട്ടില്ല, അപ്പൊ എന്താക്കല്? പറ എന്താക്കല്? ഇന്ന് ചായ നിങ്ങൾ മേടിച്ചു തരും നമുക്ക്. ഇതാ വാഴയുടെ വള്ളിയോൻ അയക്കുന്നത്. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്ത, എന്തെന്നറിയില്ല, വീഡിയോ ഇടാൻ ഒരു മൂഡില്ല. പിന്നെ ആകെ മടി പിടിച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ടുണ്ടാവും, അപ്പോൾ പിന്നെ വീഡിയോ ഇടാനൊന്നും തോന്നിയില്ലായിരുന്നു. പിന്നിപ്പോൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ ഒരു വാഴ ഇങ്ങനെ ചെരിഞ്ഞിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഈ വാഴ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കെട്ടിക്കൊടുത്തത്. രാവിലെ തന്നെ ചെക്കന് സ്കൂളിൽ പോകാനുള്ളതാട്ടോ. ഞാനിങ്ങനെ അഴകിലയിലും പാടിക്കൊണ്ട് മുറ്റത്തിന് ചുറ്റും നടന്നാൽ കാര്യങ്ങളൊന്നും പോടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ഇങ്ങനെ മുറ്റത്തെ കൂടെ കിടക്കാൻ നല്ല രസമല്ലേ. കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ രസമാണ് കേട്ടോ ഇങ്ങനെ പോകാൻ. അപ്പം പിന്നെ നമുക്ക് പണിയൊന്നും എടുക്കേണ്ട ഓർമ്മയുണ്ടാവില്ല. പ്രത്യേകിച്ച് കീശേണ്ട പണിയില്ലെങ്കിൽ ഞങ്ങൾ പുറകെ ഇങ്ങനെ കിരി പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം പിള്ളേരും ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ നല്ല രസമായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തോ പോലെ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും, ഞാൻ ചുറ്റും മാത്രമാവും. പിന്നെ ഞാൻ അമ്പുവിനോട് പുസ്തകമൊക്കെ എടുത്ത് വെക്കാൻ പറയും കേട്ടോ. അവനിങ്ങനെ എന്നെപ്പോലെ തന്നെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കറങ്ങി ഏകദേശം 8:30 ആയി. അപ്പോൾ ഇനിയെങ്കിലും പുസ്തകം എടുത്ത് വെച്ചില്ലെങ്കിൽ വണ്ടി പോവും. അങ്ങനെ പുസ്തകമൊക്കെ എടുക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഷിട്ടു അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഗീശേട്ടൻ എന്താ ചെയ്തു, ഇവനെ ആ ഡ്രസ്സെല്ലാം വെക്കുന്ന ഒരു പെട്ടിയുണ്ട്, ഒരു പാത്രമുണ്ട്, അതിനകത്ത് കയറ്റിയിരുത്തിയിട്ട്. അപ്പോൾ അവന് ഒരു കളിക്കുന്ന സാധനം പോലെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അമ്പുവിനെ കുളിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന ഒരു അങ്കലാപ്പ് തന്നെ ഭഗവാനെ, രാവിലെ ഒന്നും പറയണ്ട. ഇത്രയും സമയമല്ലേ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നില്ല അമ്മയ്ക്കും മക്കൾക്കും. ഇപ്പോൾ എന്തെന്ന് കളിക്കുന്നത് നിങ്ങോന്നാണ് എന്നോട് ചോദിച്ചത് കേട്ടോ അവർ. പിന്നെ അതൊന്നും നമ്മൾ മൈൻഡാക്കിയിട്ട് എല്ലാം റെഡിയാക്കി ഗീശേടൻ പോയി ചായ കുടിച്ചിട്ട് പിന്നെ നമ്മളും ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇവൻ ഈ ഓഗസ്റ്റ് 15 വേണ്ടിയിട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കും കേട്ടോ ഞാനിങ്ങനെ. അപ്പം ഇവൻ എന്നോട് പറയാം, അമ്മ പാടുന്ന ട്യൂണിലൊന്നും അല്ല ടീച്ചർ പഠിപ്പിച്ചത്, അപ്പോൾ അതുപോലെ പാടാൻ അമ്മക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ആ ട്യൂൺ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നുമില്ല. ഞാൻ പിന്നെ ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ച് ഇങ്ങനെ പാടിക്കൊടുത്തു. പക്ഷെ അവനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ തമ്മിൽ അടിപിടിയായി, ആകെ അങ്കലാപ്പന്നെ എന്ന് പറയണ്ട. അങ്ങനെ ഞാൻ അവനെ പേടിപ്പിച്ചിട്ട് മതി ഇപ്പോൾ പുസ്തകം എടുത്ത് അടച്ചു വെച്ച്, ഇത്രയും ദിവസം സമയം ഉണ്ടായിട്ട് നീ ഇങ്ങനെ വെറുതെ കളിച്ചാണെന്ന് പറഞ്ഞാൽ അവനെ പേടിപ്പിച്ച്. അങ്ങനെ അവൻ സ്കൂളിൽ പോകട്ടെ. ഏകദേശം 9 മണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ വണ്ടി വരും. അങ്ങനെ അവൻ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഞാനിങ്ങനെ റോട്ടുമലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയത് കേട്ടോ. ഞാൻ എപ്പോഴും കൊണ്ടാക്കലില്ല, തോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടാക്കും, അല്ലെങ്കിൽ കൊണ്ടാക്കലില്ല. ഇന്നിപ്പോൾ ഞാൻ വെറുതെ പോയിന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഓടിയിട്ടാ, മിക്കവാറും അവന് വണ്ടി കിട്ടൂലായിരുന്നു. ഇന്ന് ഞങ്ങളിങ്ങനെ രാവിലെ എണീച്ചിങ്ങനെ കുറേ സമയം വർത്തമാനം പറഞ്ഞ ഏരിയയിൽ നടന്നിട്ട് സമയം കളഞ്ഞു പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഏകദേശം കുറച്ചെങ്കിലും നേരത്തെ ആവുമായിരുന്നു. അങ്ങനെ എല്ലാവരും പോയി ഞങ്ങൾ മാത്രമായിട്ടാ കുറേ സമയം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ പറയുന്നുണ്ട് ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇരുന്ന കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വൈറ്റമിൻ D3 കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഈ വെയിലൊന്ന് കൊള്ളാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങി നിന്നതായിട്ട് നമ്മൾ. അപ്പോഴത്തേക്ക് ഇവൻ ഈ ചെരുപ്പ് ഇട്ടിട്ട് എവിടെയെങ്കിലും പോകാമെന്നാണ് പറയുന്നത്, എന്നോടും കൂടി ചെരുപ്പിടാനാണ് പറയുന്നത്.
അപ്പോൾ എവിടെ പോകാനാണ് രാവിലെ പണിയുണ്ട് ഇഷ്ടം പോലെ. ഇനി ചോറും കറി ആക്കാനുണ്ട്, അപ്പോൾ അതിൻ്റെ പണിയുണ്ട്. അപ്പോൾ ഇവനെങ്ങനെ നടക്കണം, അപ്പോൾ നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനുള്ള സമയമില്ല. വേഗം പണി തീർത്തെങ്കിലേ നമുക്ക് ഫ്രീ ആവും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും കറി ആക്കി തുണി ഇളക്കിയിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ എണീച്ചു. പിന്നെ എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് സമയം അവനെ എടുത്ത് നടന്നിട്ട് ഞാൻ ആദ്യം കടത്തി ഉറക്കിയിട്ടാ. അപ്പം ഞാനിങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴ മൂടം കെട്ടിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും നല്ലോണം മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല ഏകദേശം എല്ലാം ഉണങ്ങിയ തുണിയാന്ന്. അപ്പോൾ പിന്നെ അത് ഭയങ്കര ചൂടും അതെ. അപ്പോൾ അത് ഇല്ലെങ്കിൽ ഫുള്ള് ചണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നിട്ട് പെയ്യോ ഇല്ലയോ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പിളിപ്പുതും ഉണ്ടല്ലോ, ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് തോന്നുന്നു. ഈ മഴ പെയ്ത് ആ വെയിൽ വരുമ്പോൾ എല്ലായിടത്തും ഉണ്ട് തോന്നുന്നു. നമ്മളെ വായര മിറ്റി എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വള്ളിയിലെത്തി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു പുതു ഉണ്ടല്ലോ, അങ്ങനെ ഈ രണ്ടെണ്ണം നിറച്ചുണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തുണി ആറിയിട്ടെങ്കിൽ തന്നെ നമ്മൾ നല്ലോണം കുടഞ്ഞിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് അതിൻ്റെ ഉള്ളിൽ എവിടെയും കയറിയിരുന്ന് നമ്മൾ അറിയില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് മഴ വന്നു കേട്ടോ. പെട്ടെന്ന് മഴ വന്നപ്പോഴത്തേക്കും വേഗം തുണി എടുക്കുകയാണ്. കുറച്ചൊന്ന് ചണ്ടായി, എന്നെങ്കിലും എനിക്ക് അവിടെ തന്നെ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മുഴുവൻ നനഞ്ഞു പോയാൽ കേട്ടോ. അങ്ങനെ തുണിയെടുത്ത് ഉള്ളിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കർക്കിടക തെയ്യം വന്നു കേട്ടോ. അങ്ങനെ കർക്കിടക തെയ്യം വന്നു. പിന്നെ നമ്മളിവിടെ ആടിയിലായിരുന്നു. വേഗം പോയി അങ്ങോട്ട് അപ്പുറത്തേക്ക്. അപ്പോൾ ഇവിടെ ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്താട്ടത്. പിന്നെ അത് കഴിഞ്ഞേക്ക് വേറെ ഒരു പണിയുണ്ടായിരുന്നു. പിന്നെ തുടയ്ക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് രണ്ടാമത് എണീച്ചിട്ട് ഞാൻ ആദ്യം കടത്തി ഉറക്കിയത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അമ്പു എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ടിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാസർഗോഡ് പോകട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു സാധനം വാങ്ങിക്കാണ്ട്. അപ്പം എനിക്കൊരു മാല ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ മുമ്പ് എന്തോ ഒരു സാധനം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മളത് നേരെയാക്കാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ അത് നമ്മൾ കൊടുത്ത സാധനത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ എടുത്തതിൽ ഉൾപ്പെട്ടു പോയി അത്. അപ്പോൾ പിന്നെ ആ മാല അങ്ങനെ മിസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാലയായിരുന്നു അത്. അപ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു മോഡൽ എനിക്ക് വേണമെന്നുണ്ടായിന്. അപ്പോൾ അതിങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു. അപ്പോൾ പൈസ ആകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ മാലകളോടൊന്നും താല്പര്യമില്ല. കുഞ്ഞ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ആ മാല വാങ്ങിച്ചു. നമ്മൾ കാസർഗോഡ് ഭീമയിലാട്ടോ പോയത്. അവിടെ പോയി നമ്മൾ മാല സെലക്ട് ചെയ്തു. മാല വാങ്ങി പുറത്തിറങ്ങി നേരെ ഹോട്ടലിൽ കയറി കേട്ടോ. നമ്മൾ കാസർഗോഡ് പോകണമെങ്കിൽ അധികം വൈസ്രോയി ഹോട്ടലിൽ കയറും. അവിടുത്തെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്, നല്ല ക്ലീനുമാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ബിരിയാണിയും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.